ആ മര്യാദ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആവും. ഇത്രയും നല്ലൊരു മുഖം വെച്ചിട്ട് ഇത്രയും വൃത്തിയിട്ടൊരു മനുഷ്യൻ. ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് മര്യാദകളുണ്ട്. ഇതൊരു പരിപാടിയാണ്, ഇതങ്ങ് ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ളെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങനെ സംസാരിക്കാം. പക്ഷെ ഞാൻ ജെന്യുവനായിട്ട് സംസാരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഫേക്ക് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എന്നെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല മറുപടിയാണ് തരുന്നത്. എന്റെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഞാൻ ഇറിറ്റേറ്റഡ് ആണ്. എന്റെ എല്ലാ സ്കിൽസും ആ സിനിമയ്ക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ലൊക്കേഷനാണ് ഇത്. ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൊക്കേഷനിൽ വരുന്ന പെൺകുട്ടികളൊക്കെ അതാണ് ഹീറോ. ആ ലൊക്കേഷനിൽ ഏറ്റവും കെയർ കൊടുത്തത് ആ ഷർട്ടിലാണ്. ഞാനൊരു ഭയങ്കര ആക്ടറാണെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. വേറൊരാളാവാൻ പറ്റും ഇത് ഇട്ട് കഴിയുമ്പോൾ. ഒന്ന് ആ ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റും. കാര്യം അർഫാസ് ചിരിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇതിന്റെ കഥ പറയുന്നത്. ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങൾക്കും ഉള്ള മറുപടി ആ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. I love your smile in small term പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ക്രഷ് ആയിരുന്നു. വില്ലനാണ്, വില്ലനോട് ഇത്രയും ക്രഷ് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. ഹലോ നമസ്കാരം, ഞാൻ പാർവതി. ലെവൽ ക്രോസിന്റെ വിശേഷങ്ങളുമായിട്ട് അതിന്റെ ടീം എൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് അവരെല്ലാവരെയും സ്വാഗതം ചെയ്യാം. ഡയറക്ടർ നമ്മുടെ സ്വന്തം ആസിഫിക്ക ആൻഡ് പിന്നെ ചേച്ചി. സോ നമുക്ക് ആദ്യം ഒരു കോംപ്ലിമെന്റ് എന്നും കൺഗ്രാറ്റ്സ് എന്നും ഒക്കെ തന്നെ തുടങ്ങാം. നടക്കുന്നത് കൺഗ്രാജുലേഷൻസ് തലവൻ, അടിപൊളി സിനിമയായിരുന്നു. ആൻഡ് എല്ലാവരെയും കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് നേരിട്ട് പറയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അടിപൊളിയായിരുന്നു. ആൻഡ് ഇനി അടുത്ത വേറൊരു കോംപ്ലിമെന്റ് ആണ്. ഐ എം യുവർ ഹ്യൂജ് ഫാൻ. ഭയങ്കര വലിയ ഫാനാണ്. സ്പെഷ്യലി ഐ ലവ് യുവർ സ്മൈൽ. ഇത് കേട്ട് 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 മടുത്തിട്ടുണ്ടാവും. എന്നാലും ഇത് നേരിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലക്കല്ലേ. സോ I love your smile in small term പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ക്രഷ് ആയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ ഞാൻ പറഞ്ഞത് ഭയങ്കര വലിയ ക്രഷ് ആയിരുന്നു. സ്പെഷ്യലി ഋതു സിനിമയൊക്കെ കണ്ടിട്ട് വില്ലനാണ്, വില്ലനോട് ഇത്രയും ക്രഷ് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതെ, സ്വീറ്റ് വില്ലൻ, ഭയങ്കര സ്വീറ്റ് വില്ലൻ. അതിനകത്ത് തമ്പിൽ ഒരു റിംഗ് ഒക്കെ ഇട്ടിട്ട് നടക്കുമല്ലോ, അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ തമ്പിൽ റിംഗ് ഒക്കെ ഇട്ടിട്ടൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര ക്രഷ് ആയിരുന്നു. എന്നെ ഈ കോലത്തിലാക്കി വെച്ച് അത്രയും നല്ല ചിരി, ഇങ്ങനെ ചിരിച്ചാൽ പോലും നമുക്ക് എന്ന് തോന്നുന്ന പോലത്തെ ഒരു ലുക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് ഈ ഒരു കഥ മനസ്സിൽ വന്നപ്പോഴത്തേക്കും ആസിഫിക്കാണ് മൈൻഡിൽ വന്നത് അത് ഇങ്ങനത്തെ ഒരു രൂപത്തിലാക്കാൻ? ഒന്ന് ഈ പാർവതി പറഞ്ഞ പോലെ ആസിഫ് എത്ര നല്ല ആക്ടറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഈസ് എൻ എക്സ്ട്രാ ഓർഡിനറി ആക്ടർ, അതിന് യാതൊരു സംശയമില്ല. സോ ദാറ്റ് ഓൾവേസ് ഫസ്റ്റ് ചെക്ക് മാർക്ക് അവിടെ തന്നെയായി. നെക്സ്റ്റ് വാസ് ഐ വാണ്ടഡ് സമ്മൺ എൻ്റെ കൂടെ എന്താ പറയുക, കൈ പിടിച്ച് ഒരുമിച്ച് നടക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അതെ അതെ, അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ചബിൾ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്രയ്ക്ക് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉള്ള ഒരാളായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഫസ്റ്റ് ഫിലിമിൽ. അപ്പോൾ കൂമലിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഞാൻ ആസിഫിന്റെ ഫാൻ ആയിരുന്നു ആദ്യം മുതലേ. പക്ഷെ ആസിഫ് എന്ന ഹ്യൂമൻ ബീയിങ്ങിന്റെ ഫാൻ ആയത് അതെ, ആസിഫ് എന്ന മനുഷ്യൻ എത്ര ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളാ. he might be a huge star, but he doesn't know it, or he doesn't take it into his head. നമ്മളോട് സംസാരിക്കുന്നു, നമ്മളോട് ഇടപെടുന്നു ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഈസ് വെരി ഡൗൺ ടു എർത്ത്. അപ്പോൾ ഐ ബിക്കേം എ ഫാൻ ഓഫ് ഹിം ആസ് എ പേഴ്സൺ. അപ്പോൾ ദോസ് ടു തിങ്സ് മാച്ച്ഡ്, സോ ഹി വാസ് മൈ ഫസ്റ്റ് ചോയ്സ്. പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ടി ഇല്ല. പിന്നെ ആസിഫ് യെസ് പറയുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഥ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു വന്നു. കഥ ശരിക്കും ഞാൻ ഇതിനു മുന്നേ പറഞ്ഞു, എനിക്ക് അർഫാസിന്റെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു റോം കോം, ഒരു പ്രോപ്പർ അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി സിനിമയായിരിക്കും. കാരണം അർഫാസിന്റെ ലുക്സിലൊക്കെ ഈ പറയുന്ന നമ്മൾ കൂമൻ ചെയ്യുമ്പോഴും ഒക്കെ കുറെ ഈ ലൊക്കേഷനിൽ വരുന്ന പെൺകുട്ടികളൊക്കെ അതാണ് ഹീറോ എന്നൊക്കെ ഓർക്കുന്നോണ്ടായിരിക്കാം എല്ലാ 10 ദിവസം കൊണ്ടും അർഫാസിന്റെ വൈഫും കുട്ടി ലൊക്കേഷനിൽ. അപ്പൊ അർഫാസ് ഇങ്ങനെ ഞങ്ങള് മൂന്നാർ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർഫാസിന്റെ അടുത്ത് സബ്ജക്റ്റിന് എൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് ഉണ്ട് കേൾക്കാം. അപ്പൊ ഞാനിത് അർഫാസിനോട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു. കാര്യം ഒരു സംവിധായകന്റെ, ഒരു ക്യാപ്റ്റന്റെ ഏറ്റവും വലിയ ബാക്കപ്പ് എന്ന് പറയുന്നത് വൈസ് ക്യാപ്റ്റനാണ്. അത് ശരിക്കും ജിത്തു ചേട്ടൻ ആസ്വദിക്കുന്നത് ഞാൻ കാണുന്നത് അർഫാസിന്റെ പ്ലേസ്മെന്റിലാണ്. കാര്യം ജിത്തു ചേട്ടന്റെ ഒരു നോട്ടം എന്താണെന്ന് അർഫാസിന് അറിയാം, അല്ലെങ്കിൽ ആ നോട്ടം അർഫാസിന് കിട്ടുന്നതിന് മുന്നേ ആ നോട്ടത്തിനുള്ള കാര്യം അർഫാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
അത് ഒരു ഭയങ്കര, അപ്പൊ എനിക്ക് ഇയാള് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതി, എടുക്കുന്ന ഡിസിഷൻസ്, കമ്മ്യൂണിക്കേഷനിലുള്ള ക്ലാരിറ്റി, ഇതൊക്കെ ഞാൻ അർഫാസിനെ നോട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ സാധാരണ നമ്മളോട് ഇങ്ങനെ ആൾക്കാരെ വെറുതെ ആണെങ്കിൽ ഒരു സബ്ജക്ട് പറയാമെന്ന് പറഞ്ഞിടും. അപ്പൊ ഞാൻ അർഫാസിനോട് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു, അർഫാസ് എന്തെങ്കിലും സബ്ജക്ട് താൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ അർഫാസ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അസഫ് എൻ്റെ ഒരു സബ്ജക്ട് ഉണ്ട്, വെറുതെ ഞാൻ ഒന്ന് പറയട്ടെ, നമുക്ക് കേൾക്കാം. അപ്പോഴും ഞാനൊരു ലവ് സ്റ്റോറി കേൾക്കാൻ നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ ഈ കഥ നടക്കുന്ന സ്ഥലം മുതൽ ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇന്നായി. ഞാൻ ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റും. കാര്യം അർഫാസ് ചിരിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇതിന്റെ കഥ പറയുന്നത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ചിരിച്ചുകൊണ്ടിരുന്ന് പറയാൻ പറ്റിയൊരു കഥയല്ല. അതാണ് അർഫാസ് ഇങ്ങനെ വളരെ പ്ലസന്റ് ആയിട്ടിരുന്നതാണ്. അപ്പൊ എനിക്കത് പറയണമെന്നുണ്ട്, പക്ഷെ ആ സിനിമ കാണാനുള്ള എക്സ്പീരിയൻസ് പോകും. അപ്പൊ ഇത് ഫുൾ കേട്ടിട്ട് ഞാൻ അർഫാസ് ഇതാണോ താൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ അർഫാസ് ഇങ്ങനെ ഇതാണ് എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ശരി, എനിക്ക് ഇഷ്ടമായി, നമുക്ക് അടുത്ത സെക്ഷൻ നമുക്ക് സ്ക്രിപ്റ്റ് ആയിട്ടിരിക്കാമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കൊണ്ട് വരുമ്പോൾ എനിക്ക് അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എനിക്ക് വളരെ റെയറായിട്ട് കിട്ടാറുള്ളൂ. അതായത് ഓരോ ഈ ലൊക്കേഷൻ ഡീറ്റെയിലിംഗ് മുതൽ ക്യാരക്ടറൈസേഷൻ മുതൽ ക്യാരക്ടറിന്റെ തോട്ട് പ്രോസസ്സ് മുതൽ ഇയാളുടെ ബാക്ക് സ്റ്റോറി എല്ലാം, ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങൾക്കും ഉള്ള മറുപടി ആ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അത് മുതൽ അർഫാസിന്റെ ഒരു പ്രൊഫഷണൽ വേ ഓഫ് ഇതിനോടുള്ള ഒരു അപ്രോച്ച്, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്ക്. പിന്നെ അഗെയിൻ നമ്മൾ ഇതിന്റെ അടുത്ത കാസ്റ്റിങ്ങിലേക്കൊക്കെ വന്നപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ സിനിമ വലുതായിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ ടീം ഫിക്സ് ചെയ്തു. അപ്പോൾ അപ്പോഴും നമ്മൾ ഇതിന് ജോഗ്രഫിക്കലി നമ്മളൊരു ഇന്ന സ്ഥലത്ത് നടക്കുന്ന കഥ എന്ന് കമ്മിറ്റ് ചെയ്യുന്നില്ല. ഇത് ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു റെയിൽവേ ക്രോസിൽ നടക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അത് രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യാം എന്ന ആദ്യം ഒരു പ്ലാൻ ഇട്ടു. പക്ഷെ അത് നമുക്ക് വെതർ കണ്ടീഷൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെയും നമുക്കത് എന്തായാലും ഈ സിനിമ ത്രൂ ഔട്ട് ഒരു ക്യൂരിയോസിറ്റി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് മൊത്തത്തിൽ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് ഇവര് മൊറോക്കോയിൽ ഷൂട്ട് ചെയ്ത് റാമിന്റെ ലൊക്കേഷൻ നോക്കാൻ പോകുമ്പോഴാണ് ആദ്യം അവിടെ വെച്ച് ഇത് കാണുന്നു, ഈ ലൊക്കേഷൻ നോക്കുന്നു. പിന്നെ അത് വർക്ക് ആവാതെ ട്യൂണീഷ്യയിലേക്ക് വരുന്നതും എല്ലാം ഈ സിനിമയുടെ ഓരോ മീറ്റിങ്ങിലും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു പുതിയ നല്ല കാര്യമാണ്. അത് ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഒരു ആക്ടർ ആയിക്കോട്ടെ, ഒരു ലൊക്കേഷൻ ആയിക്കോട്ടെ. ഇപ്പം ലാസ്റ്റ് വെയ്ഫർ ഫിലിംസ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് വരെയുള്ള എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് സന്തോഷം തരുന്നതായിരുന്നു. സിനിമ വലുതാവുന്നത് പോലെ തന്നെ ഞങ്ങളുടെയും പ്രതീക്ഷയും ഇങ്ങനെ ഓരോ ഇതിലും വലുതായാണ് വരുന്നത്. ലിൻഡി ചേച്ചി, കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ ഭയങ്കര വൃത്തികെട്ട ഒരു ഡ്രസ്സാണ് ആദ്യമൊക്കെയുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിലെ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം? അത് ഡയറക്ടർ തന്നെ പറഞ്ഞാണോ അതോ ചേച്ചിയാണോ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന്? അർഫാസിന്റെ ലുക്ക്, കോസ്റ്റ്യൂം ഇപ്പം ഏത് കളർ അങ്ങനെ അല്ല, എങ്ങനെയാണ് ആ പുള്ളിയുടെ ആ 3 ക്യാരക്ടേഴ്സ് ഇരിക്കുന്നത് വേണ്ടതെന്ന് പുള്ളിയുടെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു നമ്മൾ തമ്മിലുള്ള ഒരു ഡിസ്കഷനിൽ കറക്റ്റായിട്ട് അത് പാസ് ചെയ്തു എന്നുള്ളതാണ്. നമുക്കൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു, നമുക്ക് കിട്ടി. ആദ്യത്തെ ഡിസ്കഷനിൽ തന്നെ കിട്ടി. പിന്നെ അർഫാസ് നേരത്തെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. അതുകൊണ്ട് പുള്ളിക്ക് അത് കിട്ടണം. പുള്ളി ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ പുള്ളിയുടെ എന്താണോ പുള്ളി പ്ലാൻ ചെയ്തത് അത് കിട്ടുന്നിടം വരെ നമ്മളെ കൊണ്ട് വീണ്ടും 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 റിവൈസ് ചെയ്യിപ്പിച്ച്, പക്ഷെ നമുക്കൊരു മുഷിപ്പ് തോന്നാതെ അല്ലെങ്കിൽ നമ്മളെ ഒരു ഹേർട്ട് ചെയ്യാതെ പറയും ഇത് നന്നായിട്ടുണ്ട്, ഇത് ഓക്കെയാണ്, പക്ഷേ ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാൻ പറ്റുമോ എങ്ങനെ ചോദിക്കാം. അപ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കാൻ തോന്നും. അങ്ങനെ എല്ലാം കറക്റ്റ് ആകുന്നിടം വരെ ഒത്തിരി എഫേർട്ട്, ഒത്തിരി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യത്തെ പടം പുള്ളി നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അത് എടുത്തിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. അത് നന്നായിട്ട് എടുത്തിട്ടുള്ള ഒരു വെൽ ടേക്കൺ മൂവി എന്ന് തന്നെ പറയാം. പിന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇതൊരു നല്ല സിനിമയാണ്. ഇപ്പോൾ ബ്രഹ്മയുഗം അതിൻ്റെ കോസ്റ്റ്യൂമിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഒരു അതിനകത്ത് ആകെ കുറച്ച് മുണ്ടിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ കുറേ കമൻറ്റുകൾ വരും. പക്ഷെ അതിൽ ഏകദേശം ഒരു നിയർ ടു 70 സംതിങ് ഒരാൾക്ക് അത്രയും മുണ്ടുകൾ ഒക്കെ വേണം എന്നുള്ളത് പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്ത ആളുകളൊക്കെ പറയുമ്പോഴേ ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നോ, ആകെ ഇത് മാത്രമല്ലേ ഇടുന്നുള്ളൂ. ഇതുപോലെ ഇപ്പം ആസ്വദിക്കുകയാണെങ്കിലും അതിനകത്ത് ആകെ ഒരു അറ്റയറാണ് നമുക്ക് കാണാൻ പറ്റിയത്. വളരെ കുറച്ച് മാത്രമേ നമുക്കിങ്ങനെ എക്സ്പെക്റ്റേഷൻ തരാനായിട്ട് ഡയറക്ടർ തന്നിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു അത്രയും പറയുന്നത് പോലെ കോസ്റ്റ്യൂംസ് എങ്ങനെയായിരുന്നു? ഇതിനകത്ത് കോസ്റ്റ്യൂംസിൻ്റെ എണ്ണം വളരെ കുറവാണ്. 1-2 കോസ്റ്റ്യൂംസ് ഇതിലുള്ളൂ ഈ ക്യാരക്ടേഴ്സിനെല്ലാം. പിന്നെ കുറച്ച് ഫ്ലാഷ് ബാക്കിൽ കുറച്ച് കോസ്റ്റ്യൂംസ് ഉണ്ട് അതല്ലാതെ. പക്ഷേ ആ ഒരു കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. അത് മാറിയാൽ ചിലപ്പം
ഈ ക്യാരക്ടറെ മാറും. അതെ, ഇമ്പോർട്ടന്റ് ആണ്. ആ പാറ്റേൺ ജസ്റ്റ് ഒന്ന് മാറിയാൽ ആ ക്യാരക്ടർ സ്ലിപ്പായി പോവായിരുന്നു. അത് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ഞാനത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ അല്ലെങ്കിൽ എനിക്ക് ബ്രേക്ക് ഉള്ള ടൈമിൽ എനിക്കുള്ള ആകെ ഓപ്ഷൻ ഈ ഷർട്ട് ഒന്ന് മാറ്റി എന്തെങ്കിലും വൃത്തിയുള്ളത് ഇടുക എന്നുള്ളത് മാത്രം. അതായത് എനിക്ക് വിഗ് മാറ്റാനോ മേക്കപ്പ് അഴിക്കാനോ പല്ലൂരാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഈ ബ്രേക്ക് ടൈമിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഈ ഷർട്ട് ഒന്ന് മാറിയിട്ട് വേറെ ഷർട്ട് എടുത്ത് ഇടുമ്പോ തന്നെ ഇത് ആള് മാറിപ്പോവും. അത്രയും ഇമ്പോർട്ടൻസ് ഈ ലുക്സിലും കോസ്റ്റ്യൂമിലും നമ്മൾ ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതിന് ഡ്യൂബ് ഡ്രസ് ഇല്ലാത്ത ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ ആസിഫ് വേറെ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ഉറപ്പാണ് അവരത് ഇഷ്യൂ ആക്കാനുള്ള ഒരു കാര്യം. അങ്ങനെ ട്യൂബ് ഡ്രസ് എന്ന് പറഞ്ഞാൽ അത് നമ്മള് പഴയത് കളക്ട് ചെയ്തതാണ്, നമുക്ക് ഉണ്ടാക്കാൻ ഒരു തരത്തിലും പറ്റത്തില്ല. പക്ഷേ ഇതിങ്ങനെയാണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ആസിഫ് പിന്നെ നമ്മൾ വേറൊരു ഓപ്ഷനും കൂടെ വെച്ചു, ഡ്യൂബ് ഡ്രസ് ഉള്ളത്. പക്ഷെ മറ്റേതാണ് വർക്കായത്. അപ്പൊ അതിന് ഡ്യൂപ്പില്ല. 32 ദിവസമാണെന്ന് വിചാരിക്കണേ, ഡ്യൂപ്പില്ല. പക്ഷെ ആസിഫ് പറഞ്ഞു സാരമില്ല, ഞാനത് മാനേജ് ചെയ്തോളാം. അല്ല, അതിന്റെ പ്രശ്നം അത് അലക്കാൻ പറ്റില്ല, അത് ആകെ പറ്റുന്ന വെയിലത്തിടാൻ മാത്രം പറ്റുള്ളൂ. കാര്യം ഇത് അലക്കിയാൽ ഇതിന്റെ സൈസ് പോവും, ടെക്സ്ചർ മാറും, ചെറിയ ഡീറ്റെയിലിംഗ് വരെ മിസ്സായി പോകും. അപ്പൊ നമ്മൾ ഇതിന് ഭയങ്കര ആ ലൊക്കേഷനിൽ ഏറ്റവും കെയർ കൊടുത്തത് ആ ഷർട്ടിലാണ്. എനിക്ക് പോലും ഒരു ഒരു ഇടുമ്പോ തന്നെ ആ ഒരു ക്യാരക്ടറിലോട്ട് വരുമല്ലോ. പക്ഷെ ഇത് എത്ര എനിക്ക് പേഴ്സണലി അറിയാൻ വേണ്ടി എത്ര ഡിസ്കംഫർട്ട് ആയിരുന്നു ഇങ്ങനെ ഒരു ലുക്കിൽ ഇങ്ങനെ ഭയങ്കര. പക്ഷെ കംഫർട്ടിനെക്കാളും എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു കിട്ടിയത്. കാര്യം അത് കൃത്യമായ ഒരു ക്യാരക്ടർ സ്വിച്ചിങ് ഈ മേക്കപ്പ് കഴിയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അത് ഞാനൊരു ഭയങ്കര ആക്ടറാണെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. വേറൊരാളാവാൻ പറ്റും ഇത് ഇട്ട് കഴിയുമ്പോൾ. ഒന്ന് ആ ലൊക്കേഷന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ലൊക്കേഷൻ പാർവതി, നമ്മള് ഒരു സീനില് ഇതിന്റെ ഭീകരതയെ പറ്റി ട്രെയിലറിൽ പറയുന്നുണ്ട് ഇല്ലേ? പണ്ട് തലകുത്തി നടക്കുന്ന ഭൂതങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന്. ഇത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു ആ ലൊക്കേഷനിൽ. അവിടെ കണ്ണെത്താ ദൂരത്തോളം ഇത് മരുഭൂമിയാണ്, അതിന്റെ നടുക്കാണ് ഈ സെറ്റ് നിൽക്കുന്നതും സൈഡിൽ റെയിൽവേ ട്രാക്ക്. അപ്പോൾ ഒരു സിംഗ് സൗണ്ട് ആണ് ഷൂട്ട് ചെയ്യുന്നത്. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും ഷോട്ടിന്. അപ്പൊ അതില് എൻ്റെ വീടിന്റെ കോമ്പൗണ്ടിന് ഒരു ഗേറ്റ് മാതിരി ഞാൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ആ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി പോകുന്ന ഒരു ഷോട്ടിലാണ് ഞാൻ. ബാക്കി എല്ലാവരും വീടിന്റെ അകത്താണ്, എൻറ്റയർ ക്രൂ വീടിന്റെ അകത്തിരിക്കും. അപ്പൊ പുറത്തുനിന്ന് ക്യാമറ വൈഡ് വെച്ച് അവര് ദൂരെ ഇരിക്കുക, ഞാൻ മാത്രമാണ് ഈ ഒരു സ്പേസിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈ നടന്നു വന്ന് ഈ ഗേറ്റ് അടച്ചിട്ട് തിരിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈലൻസ് ഉണ്ട്. അതില് എനിക്ക് ആംബിയൻസ് എനിക്ക് കണക്ട് ആയി. അത് ശരിക്കും ഈ പറയുന്ന ഇപ്പൊ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ട എഫേർട്ടിനെക്കാട്ടൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയുള്ള കുറെ ഈ കോസ്റ്റ്യൂമും ഗെറ്റപ്പും ഈ അറ്റ്മോസ്ഫിയറും ഒക്കെയാണ്. മലയാള സിനിമയിലെ അടുത്ത സിനിമാറ്റോഗ്രാഫേഴ്സിൽ എടുത്ത് പറയാൻ പോകുന്ന ഒരു പേരാണ് അപ്പു പ്രഭാകർ. വണ്ടർഫുൾ ഈസ്, ഒന്നും പറയാനില്ല. കാര്യം നമ്മള് ട്യൂണീഷ്യയിലാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴും നമുക്കൊരു ഫോറിൻ കൺട്രി പോയി ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള ഫീലാണ് എല്ലാവർക്കും ആദ്യം കിട്ടുക. പക്ഷെ ഒരു രീതിയിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. കാര്യം ഞങ്ങള് ഈ എയർപോർട്ട് ഇരിക്കുന്ന അതിന്റെ ക്യാപിറ്റലിൽ നിന്ന് ട്യൂണിസിൽ നിന്ന് 8.5 hours നമ്മൾ ഡ്രൈവ് ചെയ്ത് ലിറ്ററലി ഒരു മരുഭൂമിയുടെ നടുക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു എക്സ്ട്രാ ലൈറ്റ് ചോദിച്ചാൽ, ഒരു ബൾബ് ചോദിച്ചാൽ കിട്ടാൻ ഒരു ദിവസം എടുക്കും. അവിടെയാണ് അപ്പു പ്രഭാകർ എന്ന് പറഞ്ഞ ക്യാമറമാൻ ഞങ്ങളെന്നല്ല നമ്മുടെ ടീമിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അപ്പുവിന് ആ ലിമിറ്റേഷനിൽ നിന്ന് അപ്പു ആ സിനിമ ഷൂട്ട് ചെയ്ത രീതി, ആ ലിമിറ്റേഷൻസ് ഒന്നും നിങ്ങൾ സിനിമ കാണുമ്പോൾ സിനിമാറ്റോഗ്രാഫിയിൽ നമുക്ക് ഫീൽ ഒരിക്കലും തോന്നില്ല. അത്ര ഗ്രാൻഡിയർ ആയിട്ടാണ് ഈ സിനിമ അപ്പു ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡ്യൂൺ എന്ന് പറഞ്ഞ സിനിമയെ കാണും. ഡ്യൂൺ അവിടെ ഷൂട്ട് ചെയ്തതാണ് ലൊക്കേഷൻ. അവിടെ ആ സിനിമയെ കാണുന്ന അതേ എക്സാക്ട് പൊടിക്കാറ്റ് കാണുവാണ് നമ്മൾ. അത് നോക്കുമ്പോൾ ദൂരത്തുനിന്ന് ഇങ്ങനെ ആകാശത്തിന്റെ കളറ് മാറി വന്ന് നമ്മൾ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് ഇതൊരു പൊടിക്കാറ്റാണെന്ന്. ഈ പൊടിക്കാറ്റ് ഇങ്ങനെ അടിച്ചു തുടങ്ങി എൻ്റെ അതിന്റെ വീഡിയോ ഉണ്ട്. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് മേക്കപ്പ് വേണ്ട അത് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അർഫാസ് മാത്രം ഫുൾ എക്സൈറ്റ്മെന്റിൽ ഈ പൊടിക്കാറ്റിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അപ്പു എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ച്. അപ്പൊ അർഫാസ് എന്നോട് ചോദിച്ചു,
അതിന്റെ ഇടയിൽ കൂടെ നടന്നു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാനും ഇങ്ങനെ അപ്പുവിനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാനടുത്ത് ആ ക്യാമറമാൻ ഇനി ക്യാമറ ആയിട്ട് പൊടിയുടെ ഇടയിൽ പോയില്ലെന്ന് പറയുമ്പോൾ അപ്പു ക്യാമറ എടുത്ത് തോളത്ത് വെച്ച് ഞങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ നടന്നു വരുന്ന ഒരു ഷോട്ട് ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. കഥ പറഞ്ഞപ്പോ ആസിഫക്ക് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അയ്യോ ശരിക്കും ഞാൻ എന്റെ എല്ലാ സ്കിൽസും ആ സിനിമയ്ക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി സഹാര ഡെസേർട്ടിന്റെ നടുവിലായിട്ട് വേണമായിരുന്നു ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഹൈവേന്ന് ഇറങ്ങി നടന്നിട്ടാ പോയത്. നമ്മൾ 1.5 മണിക്കൂർ വാക്ക് ചെയ്തു. നടന്നു കഴിഞ്ഞിട്ട് ആണ് ആ സ്ഥലം കിട്ടുന്നത്. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ നമ്മൾ നടന്നാ വന്നേ, വണ്ടികൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി റോഡ് ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തി ഷൂട്ട് ചെയ്യുന്നത്. ആക്ച്വൽ ലൊക്കേഷനാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ആക്ച്വലി ഇത് കണ്ട് പക്ഷെ സെറ്റ് ഇട്ട പോലെ ഉണ്ട്. സ്കൈ ഒക്കെ കാണുമ്പോഴത്തേക്കും ഈ ആ കാണുന്ന ഫെൻസിങ് മാത്രമാണ് നമ്മൾ സെറ്റ് ഇട്ടിട്ടുള്ളത്. ഒന്നും VFX അല്ല, അറിയില്ല. പക്ഷെ ഭയങ്കര ആ ഒരു ഫീലിംഗ് അങ്ങനെ തന്നെയുണ്ട്. അടുത്തൊരു ആട് ജീവിതമായിരുന്നു നിങ്ങൾ അവിടെ അനുഭവിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ അനുഭവിച്ചത്, പക്ഷെ സിനിമയായിട്ടൊരു ബന്ധമില്ല. നന്നായിട്ട് ഫുഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആസിഫിക്ക് ഒരു ബൾബ് വെച്ച് ഒരു ദിവസം എടുക്കുന്നിടത്ത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഫുഡിങ് ഒക്കെ? അവിടുത്തെ ഫുഡായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ലല്ലോ. അവിടുത്തെ ഫുഡായിരുന്നു. ഒന്ന് റംസാൻ ടൈമിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഉള്ള ഫുഡ് തന്നെ കിട്ടുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡായിരുന്നു. അപ്പം നമ്മുടെ അമലയുടെ കുക്ക് അവിടെ ഉണ്ടായിരുന്നത് പുള്ളിയാണ് കുറച്ചെങ്കിലും നമുക്ക് ഇടയ്ക്കൊന്ന് നമുക്ക് വായിക്ക് രുചിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നത്. ഇത് ഇപ്പൊ അതിലൊരു പാട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോംകോം ഫീല് പോലെയൊക്കെ തോന്നും. ഇപ്പം ഷറഫ് കെയും അമലാപ്പോളുമായിട്ടുള്ള ആ ഒരു പാട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സ്വീറ്റ് ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് ടീസർ കാണുമ്പോഴത്തേക്കും അത് വേറൊരു ഇതാണ്. അപ്പം ജിത്തു സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു ക്രിമിനലാണോ? ഞാനൊരിക്കൽ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ജിത്തു സാർ അടിച്ചപ്പോൾ ജിത്തു സാർ പറയും എന്റെ സിനിമ എന്താ ഞാൻ ക്രിമിനലാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, എന്നാലും നമുക്കൊരു ത്രില്ലർ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നമുക്ക് എവിടെയോ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു ത്രെഡ് എവിടെ നിന്നായിരുന്നു? അങ്ങനെ ഇങ്ങനെ ഒരു ആലോചന എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് എവിടെ നിന്നായിരുന്നു? ഇങ്ങനെ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ വീണ് കിട്ടുന്നതായിരിക്കും നമുക്കതിനെ. ആക്ച്വലി ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഒരു സിനിമ എടുക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് സ്ക്രിപ്റ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു റോംകോം ആയിരുന്നു. പക്ഷേ അത് കുറച്ച് വലിയ ബഡ്ജറ്റാണ്. അതുപോലത്തെ ഒരു സെറ്റപ്പിൽ ചെയ്യണം. അങ്ങനത്തെ ഒരു സിനിമ ഫസ്റ്റ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറെ കിട്ടുമെന്നൊക്കെ ഉള്ളൊരു സംശയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലിമിറ്റേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന രീതിയിലാണ് ചിന്തിച്ച് തുടങ്ങുന്നത്. അങ്ങനെ പറ്റുന്ന ഒരു സാധനം, എന്നാൽ അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രിമൈസ് ആയിരിക്കരുത് എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു മരുഭൂമി സെലക്ട് ചെയ്യുന്നു. എന്നാൽ മരുഭൂമിയിൽ ക്യാരക്ടേഴ്സ് വരണമല്ലോ. അപ്പോൾ അവിടെ ഒരു ലെവൽ ക്രോസ് വെക്കുകയും അങ്ങനെയായിരുന്നു ആ കഥ ബിൽഡ് ചെയ്ത് വന്നത്. ഇതിനൊരു സ്പെസിഫിക് ജോണർ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇതിൽ റൊമാൻസ് ഉണ്ട്, ഡ്രാമ ഉണ്ട്, ആക്ഷൻ ഉണ്ട്. So it's difficult to point a particular genre into it, but it's basically an intense drama between these 3 characters. ഇത് 3 ക്യാരക്ടറാണ് മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ അവരുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, കഥ എന്ന് പറയുന്നത് ചിന്തിച്ചതിന് ശേഷം ഇവരെ പ്ലേ ചെയ്യുന്നതാണോ? അത് ഇവരുടെയൊക്കെ ക്യാരക്ടറിന് ഭയങ്കര ഒരു ഡെഫിനിഷൻ വേണ്ടി വരില്ലേ? ഈ ക്യാരക്ടേഴ്സൊക്കെ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടേഴ്സ് ആണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്യാരക്ടേഴ്സിനൊക്കെ there are layers to it. ഈ സ്ക്രീൻ പ്ലേ തന്നെ വളരെ ലേയേർഡ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. സോ വെൻ യു ഫസ്റ്റ് വാച്ച് ദ ഫിലിം യു വിൽ എൻജോയ് വൺ ആസ്പെക്ട് ഓഫ് ദ ഫിലിം. സെക്കൻഡ് ടൈം വാച്ച് ചെയ്യുമ്പോൾ ഈവൻ ഇഫ് ഇറ്റ്സ് ദ സെയിം ഫിലിം യു വിൽ പ്രോബബ്ലി അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ബി ഏബിൾ ടു സീ എ ഡിഫറെൻറ്റ് ഫിലിം ഇൻസൈഡ് ദ സെയിം ഫിലിം ദാറ്റ് യു ഹവ് സീൻ. അതൊരു തേർഡ് വാച്ചിലൊരു മൂന്നാമത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ഒരു ലേയേർഡ് ആയിട്ടുള്ളൊരു സംഭവം ഞാനിതിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ വർക്ക് ഔട്ട്, ബട്ട് ദാറ്റ് ഈസ് ദി ഐഡിയ. ഇതിൽ ഇപ്പോൾ ആസിഫിക്കനെ അങ്ങനെയാണ് പ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞു. ബാക്കി 2 ക്യാരക്ടേഴ്സും എങ്ങനെയായിരുന്നു അതിലേക്ക് വന്നത്? ഈ ഷറഫിന്റെ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ എനിക്ക് ഷറഫ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമലയുടെ ക്യാരക്ടർ ഞാൻ എഴുതുമ്പോൾ തന്നെ അമല ആയിരുന്നു എൻ്റെ ഒരു റെഫറൻസ് പോയിന്റ് ടു റൈറ്റ് ദ ഫിലിം, ടു റൈറ്റ് ഹർ ക്യാരക്ടർ. അങ്ങനെ അമലയെ ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. അമലിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ട്രൈ അറ്റംപ്റ്റ് ഒക്കെ തീർന്ന് ഇനി വേറൊരു ആർട്ടിസ്റ്റിലോട്ട് പോകണം എന്നുള്ളൊരു സ്ഥിതിയൊക്കെ. അപ്പോൾ ഞങ്ങൾ ട്യൂണീഷ്യയില്ല, ഞാനും സാറും. അപ്പോൾ എനിക്ക് ഫൈനലി ഇവിടെ നിന്ന് പ്രൊഡക്ഷനിൽ കോൾ വന്നു. അമല അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നില്ല, പടമൊന്നും ചെയ്യുന്നില്ല, ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. വേറൊരു ആക്ട്രസിൻ്റെ പേര് പറഞ്ഞു, ഇവരിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഇച്ചിരി അപ്സെറ്റ് ആയി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സാറുണ്ട്, ജീത്തു സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അമല കിട്ടുന്നില്ല സാർ. അപ്പോൾ സാർ പറഞ്ഞു അമലയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമലയായിരുന്നു. ആണോ, ഒരു മിനിറ്റ്. സാർ ഫോണെടുത്തിട്ട് വാട്സാപ്പിൽ അമലേനെ വിളിച്ചു. അപ്പോൾ തന്നെ അമല ആൻസർ ചെയ്തു. ഞങ്ങൾ നെക്സ്റ്റ് ദിവസം കൊച്ചിയിലെത്തി. അന്നേരം ഞാനും ജീത്തു സാറും കൂടെ പോയ അമലയെ കണ്ട് അമലയോട് കഥ പറയുന്നത്. ആൻഡ് ഷി വാസ് ഓൺ. ആസിഫിക് ചോദിക്കുമ്പോൾ പല ഇപ്പം വില്ലനാണെങ്കിൽ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര ഉയരയിലൊക്കെ അയ്യോ ഇതുപോലൊരു ആള് എന്ന് പറഞ്ഞാൽ ചില സൈക്കോളജിസ്റ്റുകൾ റീലായിട്ട് ഇടുമ്പോഴത്തേക്കും റെഫറൻസ് ആയിട്ടൊക്കെ ഇടുന്ന ക്യാരക്ടറാണ് അതിനകത്ത്. ഇങ്ങനെയാണോ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് എങ്കിൽ നിങ്ങൾ ആ റിലേഷനിൽ മാറും. സത്യമായിട്ടും അങ്ങനെ ടോക്സിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അവർ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റീലുകളുണ്ട് ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് തന്നെ. അപ്പം വില്ലൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇത്രയും നല്ലൊരു മുഖം വെച്ചിട്ട് ഇത്രയും വൃത്തിയിട്ടൊരു മനുഷ്യനോ എന്നൊക്കെ തോന്നുന്ന വില്ലനാണെങ്കിൽ അങ്ങനെ, ഇങ്ങനത്തെ ഒരു കോലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആസിഫിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ജോണർ ഏതാണ്? ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു എന്ന് സെൽഫായിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോണർ ഏതായിരിക്കും മൂവീസിൽ? നേരത്തെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ കോൺഫിഡൻസ് വന്നത്. അതുപോലെ തന്നെ ആയിരിക്കാം ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പൊ എടുത്ത് പറയാറായിട്ടില്ല. അങ്ങനെ എന്നാലും പേഴ്സണലി ഇഷ്ടമുള്ള എനിക്ക് നമുക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ചുകൂടി ഈസി വരുന്ന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കംഫർട്ടബിൾ ആണ് എന്ന്. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് പറയുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ബോർഡിംഗ് ഹോസ്റ്റൽ ഫ്രണ്ട്സിന്റെ ഇടയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് പറയുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലി സൈഡൊക്കെ ഇപ്പോഴാണ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത്, അതുകൊണ്ടാണ് അതിനെ പറ്റി ഒന്ന് കമന്റ് ചെയ്യാത്ത. അപ്പൊ എനിക്ക് അങ്ങനെ സിനിമകളാണ്. പിന്നെ കാണാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടം ത്രില്ലർ സിനിമകളാണ്, ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണ്. അപ്പം അതിന്റെയൊക്കെ ഇൻഫ്ലുവൻസസ് ഉണ്ടാവും എന്റെ ചോയ്സസിൽ. എന്നിപ്പോ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തു, ഇനി വരുന്ന നമുക്ക് ഭയങ്കര ഒരു സ്വീറ്റ് റൊമാൻറ്റിക് ബോയ് ആയിട്ടുള്ള ഒരാളായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഭയങ്കര ക്രഷാണ്, അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഫിലിം നിയർ ടു എപ്പോഴെങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റ് റിലീസ് വരുന്നത് അഡിയോസ് അമീഗോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്, സുരാജ് ഏട്ടനും ഞാനും കൂടെ ചെയ്തത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ്. എനിക്ക് ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നൊരു ക്യാരക്ടറാണത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നുണ്ട്. അതൊരു ഔട്ട് ആൻഡ് ഔട്ട് മെയിൽ സിനിമയാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, ആളുകൾക്ക് വേണ്ടി സംസാരിക്കാനും ആളുകൾ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതും എനിക്ക് കെട്ടുകളാണെന്റെ മാലാക പോലൊരു സിനിമ ചെയ്തപ്പോൾ ഞാൻ അതിന്റെ പൊളിറ്റിക്കൽ സൈഡിനെ പറ്റിയിട്ടൊന്നും ബോധേഡല്ലായിരുന്നു. എനിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു, ആ സിനിമയെ ഞാൻ സിനിമയായിട്ട് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ അതിനുശേഷം ഒരുപാട് പേര് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് ഞാനും അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ചെയ്യാൻ തോന്നിയൊരു സിനിമയാണിത്. അപ്പൊ അങ്ങനെ ദൈവം സഹായിച്ച് നമുക്ക് സിനിമകൾ ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പുതിയത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാം. ആസിഫിക കുറച്ച് ഷോർട്ട് ടേം വേർഡ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഡയറക്ടറും ചോദിച്ചു നോക്കാം. ആണെന്ന് കേട്ടിട്ടുണ്ട്, കുറെ പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ പെട്ടെന്ന് പോവും, അങ്ങനെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. ദേഷ്യം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ 2 സിനിമ ആസിഫിനോട് കൂമനും ഇതും ഞാൻ അങ്ങനെ ഒരു മുഖം ആസിഫിനെ കണ്ടിട്ടില്ല. ഞാൻ എന്റെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഞാൻ ഇറിറ്റേറ്റഡ് ആകും. കാര്യം ഞാൻ 100% എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം പാർവതി ചോദിക്കാനുള്ള കാരണം നേരത്തെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കണം കേട്ടിട്ടാണെന്ന് എനിക്കറിയാം. അത് ഡിസ്ട്രാക്ഷനാണ്. കാര്യം ഞാൻ ഇവിടെ ഫേക്ക് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എന്നെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല മറുപടിയാണ് തരുന്നത്. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി കൂടെ ആളുകൾ നടക്കുന്നു, സംസാരിക്കുന്നു, ഇത് കഴിയാറായില്ലേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതൊക്കെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഏത് ലെവലിൽ ഞാൻ സംസാരിക്കണമെന്ന് ആദ്യമേ തീരുമാനിച്ചു. ഇതൊരു പരിപാടിയാണ്, ഇതങ്ങ് ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ളെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങനെ സംസാരിക്കാം. പക്ഷെ ഞാൻ ജെന്യുവനായിട്ട് സംസാരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് മര്യാദകളുണ്ട്. ആ മര്യാദ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആവും. പക്ഷെ ദൈവം സഹായിച്ച് നമ്മൾ ചെയ്ത സിനിമകളിലൊന്നും നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരാത്തത് കൊണ്ട് അർഫാസ് എന്റെ മുഖം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ലാത്തതുകൊണ്ട് പാർവതിയും അത് കണ്ടില്ല. ഭയങ്കര ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ആസിഫിക്കയുടെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും, തലവൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്ന സന്തോഷം കൊണ്ടാണോ അത്. എൻ്റെ ഡയറക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിസ്റ്റേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു സന്തോഷം എല്ലാം ഉണ്ടായിരുന്നെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ആസിഫിക കരയുന്നുണ്ട്, ഇക്ക ഞങ്ങളെയും കൂടി കരയിപ്പിക്കുമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ കമൻസ് മുഴുവനും. അപ്പോൾ ആ സന്തോഷത്തിൽ തന്നെ ഇനി അടുത്ത വരാൻ പോകുന്ന സിനിമയ്ക്കും ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. ഒരുപാട് റീസണുകൾ കൊണ്ടും എനിക്ക് സ്പെഷ്യലി ആസിഫിക്ക എന്നുള്ള റീസൺ കൊണ്ടും ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു സിനിമയാണ്. സോ അതിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അടുത്തത് കരയണ്ട, പക്ഷെ അടുത്തത് സന്തോഷമായിട്ടുള്ള ഒരു ചിരിച്ച മുഖത്തോടെ തന്നെ. ഞങ്ങൾ ആരെയും കരയിപ്പിക്കരുത് പ്ലീസ്. അതുപോലെ ഇക്കനെ നല്ല സുന്ദരനാക്കിയിട്ട് ഒരു സിനിമയും കൂടി അടുത്തത് പ്ലാൻ ചെയ്യണം കേട്ടോ. നല്ല ചിരിയുള്ള മനുഷ്യനാണ്. പല്ലിന് കറിയൊന്നും വേണ്ട കേട്ടോ. നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ എടുക്കുക. അടുത്ത നായികൻ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ ഇവിടെ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.